ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞെട്ടി കിളി വാറുന്ന ടൈപ്പുള്ളൊരു പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ അത് എത്രത്തോളം ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. ആദ്യത്തെ വീഡിയോ ആണ് ഒറിജിനൽ, രണ്ടാമത്തെ വീഡിയോ ഞാൻ വെച്ച് ജനറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ വീഡിയോയിൽ ഇതേപോലെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, എത്രയാണ് റേറ്റ്, എവിടുന്ന വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരു ഒറിജിനാലിറ്റിയാണ്, മറ്റുള്ളവർക്ക് മനസ്സിലാവത്തേ ഇല്ല. ആ രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ ഒരു വെച്ച് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിൽ പോവാം. അപ്പോൾ നിങ്ങൾ ഗൂഗിളൊന്ന് ഓപ്പൺ ചെയ്ത ശേഷം പിക്ക എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ആദ്യം കാണുന്ന ആ ഒരു സൈറ്റിലൊന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. അപ്പോൾ നമ്മൾ ഇമെയിൽ വെച്ചിട്ട് ഒന്ന് ലോഗിൻ ചെയ്യാണ്ടാവും. അപ്പോൾ ഇത് ചെയ്ത ശേഷം ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൽ കൊടുക്കാം. അതേപോലെ ആ ഒരു സാമ്പിൾ വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെയായിട്ട് പിക്ക അഡിഷൻ എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു വീഡിയോ, ആദ്യത്തേൽ വീഡിയോ ആണ് ആഡ് ആക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഒറിജിനൽ വീഡിയോ ഇതിലോട്ട് ആഡ് ആക്കാം. സെക്കൻഡ്, നിങ്ങൾ ഏത് പിക്ചറാണോ നിങ്ങളുടെ ആ ഒരു വീഡിയോയിൽ ജനറേറ്റ് ആയി വരേണ്ടത്, ആ ഒരു പിക്ചർ അതിലോട്ടൊന്ന് ആഡാക്കി കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചായിരിക്കും വീഡിയോ ജനറേറ്റ് ആയിട്ട് വരിക. അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു പരുന്ത് കൊച്ചിൻ്റെ കയ്യിലുള്ള ബിസ്ക്കറ്റ് കഴിക്കുന്ന രീതിയിലുള്ളൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ആ ഒരു ജനറേറ്റ് എന്നുള്ളതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ ഇവിടെ പ്രോസസ്സിങ് കാണിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോസസ്സിങ് ആയി കിട്ടും കേട്ടോ. ഇനി ആ ഒരു ജനറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രോംപ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ വീണ്ടും റീത്രി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും ജനറേറ്റ് ചെയ്തിട്ട് കിട്ടും. എന്നിട്ട് അതിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിൽ ഇട്ടിട്ട് സോങ്ങും നിങ്ങൾക്ക് എന്തെങ്കിലും എഫക്ട്സും കാര്യങ്ങളും ആഡ് ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ ആഡ് ആക്കിയിട്ട് വീഡിയോ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അത്രയുള്ള വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈയും കൂടെ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.